നമസ്കാരം. സഹകാരി റേസ് പ്ലസിൻ്റെ പുതിയൊരു കെമിസ്ട്രി ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പ്രധാനമായിട്ടും പാക്കിംഗ് എഫിഷ്യൻസി ആൻഡ് ഡിഫക്റ്റ് ഇൻ എ സോൾട്സ് എന്ന് പറയുന്ന ഒരു ടോപ്പിക്കാണ് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് തന്നെ നമുക്ക് നോക്കാം എന്താണ് പാക്കിംഗ് എഫിഷ്യൻസി എന്ന്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തു നമ്മുടെ സോളിഡ്സിനകത്ത് ഓരോ കോൺസ്റ്റുവൻറ്റ് പാർട്ടിക്കിൾസ് ഒക്കെ ഒരു പർട്ടിക്കുലർ രീതിയിൽ അറേഞ്ച് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ പാക്കിംഗ് എഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ ശരിക്കും ഈ കോൺസ്റ്റിറ്റ്യുവൻ്റ് പാർട്ടിക്കിൾസ് ഒരു സോളിഡ്സിനകത്ത് നമ്മൾ ഇങ്ങനെ അറേഞ്ച് ചെയ്ത് വെക്കുമ്പോൾ എന്താണ് എത്ര മാത്രമാണ് അതിൻ്റെ ഒരു എഫിഷ്യൻസി, അതായത് ദ വോളിയം ഓഫ് ആറ്റംസ് ഇൻ എ യൂണിറ്റ് സെൽ ഡിവൈഡഡ് ബൈ വോളിയം ഓഫ് യൂണിറ്റ് സെൽ ഇൻറ്റു 100. അതാണ് നമ്മൾ അതിൻ്റെ എന്താണ് ഇക്വേഷൻ ബേസ് ആയിട്ട് പറയുന്നത്. കോൺസെപ്റ്റ് കുറച്ചുകൂടി ക്ലിയർ ആക്കി തരാം. ഇപ്പം നമ്മൾ സങ്കല്പിക്കുക, നമ്മുടെ അടുത്ത് ഒരു 2 ബാഗ് ഉണ്ട്. 2 ബാഗിൻ്റെയും എന്താണ് മെഷർമെൻറ്റ് സെയിം ആണ്, അതായത് ഒരേ അളവിലുള്ള 2 ബാഗുകൾ നമ്മുടെ കയ്യിലിരിക്കുകയാണ്. അപ്പോൾ ഒരു ബാഗിൽ ഞാനൊരു 10 ബോൾ, ഒരേപോലെയുള്ള 10 ബോളുകൾ ഞാൻ നിറച്ചിരിക്കുന്നു. മറ്റേ ബാഗിൽ എന്താണ് ഒരേപോലെയുള്ള അതേ ഡയമെൻഷൻ തന്നെയുള്ള ഒരു 20 ബോളും ഞാൻ നിറച്ചിരിക്കുന്നു. എന്നിട്ട് ഞാൻ കമ്പയർ ചെയ്യുകയാണ്. അപ്പോൾ നമുക്കറിയാം എന്താണ് രണ്ട് ബാഗിൻ്റെയും അളവ് സെയിം ആണ്. ഞാൻ വെക്കുന്ന ബോളുകളുടെ എന്താണ് ഡയമെൻഷനും സെയിം തന്നെയാണ്. അപ്പോൾ ഫസ്റ്റത്തതിൽ ഞാനൊരു 10 ബോൾ വെച്ചു, രണ്ടാമത്തതിൽ ഞാനൊരു 20 ബോൾ വെച്ചു. അപ്പോൾ ഈ 20 ബോൾ വെച്ച ആ ബാഗ് ഒന്ന് സങ്കല്പിച്ചു കഴിഞ്ഞാൽ എന്തായിരിക്കും, അത് കുറച്ചുകൂടി ഫില്ലായിട്ടിരിക്കുന്നതായിട്ട് നമുക്ക് തോന്നും അല്ലേ, 10നെ അപേക്ഷിച്ച്. അതാണ് ശരിക്കും എന്തെന്ന് പറയുന്നത് അതിൻ്റെ പാക്കിംഗ് എഫിഷ്യൻസി എന്ന് പറയുന്നത്. ഇതിനെ നമുക്ക് നമ്മുടെ സോളിഡ്സിലേക്ക് കൊണ്ടുവരുമ്പോൾ അല്ലെങ്കിൽ സോളിഡ്സുമായിട്ടൊന്ന് കമ്പയർ ചെയ്യുമ്പോൾ നമ്മുടെ സോളിഡിൻ്റെ ക്രിസ്റ്റലാറ്റിസിൻ്റെ എന്താണ് ക്രിസ്റ്റലാറ്റിസിനകത്ത് അതിൻ്റെ ഓരോ കോൺസ്റ്റുവൻ്റ് പാർട്ടിക്കിൾസും നമുക്ക് ഈ ബോളുകളായിട്ട് സങ്കല്പിക്കാം. അങ്ങനെ സങ്കല്പിക്കുമ്പോൾ എന്താണ് ഈ കോൺസ്റ്റുവൻ്റ് പാർട്ടിക്കിൾസ് വളരെ ടൈറ്റായിട്ട് അല്ലെങ്കിൽ മാക്സിമം കോൺസ്റ്റുവൻ്റ് പാർട്ടിക്കിൾസിനെ എനിക്ക് ആ ഒരു യൂണിറ്റ് സെല്ലിൽ അല്ലെങ്കിൽ ആ ഒരു ക്രിസ്റ്റലാറ്റിസിൽ അറേഞ്ച് ചെയ്യാൻ കഴിയുന്നെങ്കിൽ എന്താണ് അവിടെ പാക്കിംഗ് എഫിഷ്യൻസി കൂടുതലാണെന്ന് പറയാൻ പറ്റും. നമ്മുടെ ബാഗിൻ്റെ കേസ് എടുക്കുമ്പോൾ തന്നെ എന്താണ് 20 ബോൾ വെച്ച് ഫില്ല് ചെയ്ത ബാഗിൻ്റെ പാക്കിംഗ് എഫിഷ്യൻസി എന്ന് പറയുന്നത് ഈ 10 ബോൾ വെച്ച് ഫില്ല് ചെയ്തതിനേക്കാളും കൂടുതലായിരിക്കും. ഇതാണ് ശരിക്കും പാക്കിംഗ് എഫിഷ്യൻസി എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? ഓക്കെ. അപ്പോൾ ഈ ഒരു ഫോമുല നിങ്ങളൊന്ന് ആലോചിച്ച് വെച്ചിരിക്കുക. എന്താണ് വോളിയം ഓഫ് ആറ്റം ഇൻ എ യൂണിറ്റ് സെൽ. നമ്മുടെ ബാഗിനെ ഒരു യൂണിറ്റ് സെല്ലായിട്ട് സങ്കല്പിക്കാം, നമ്മുടെ ബോളിനെ അതിനകത്തുള്ള ഓരോ ആറ്റമായിട്ട് നമുക്ക് സങ്കല്പിക്കാം. അങ്ങനെയാണെങ്കിൽ പാക്കിംഗ് എഫിഷ്യൻസി ഇൻ എ സോളിഡ് എന്ന് പറഞ്ഞാൽ വോളിയം ഓഫ് ആറ്റം ഇൻ ദ യൂണിറ്റ് സെൽ, യൂണിറ്റ് സെല്ലിനകത്തുള്ള ഓരോ ആറ്റത്തിൻ്റെയും വോളിയം ഡിവൈഡഡ് ബൈ ടോട്ടൽ വോളിയം ഓഫ് യൂണിറ്റ് സെൽ അല്ലേ. ആ വോളിയം ഓഫ് യൂണിറ്റ് സെൽ എന്ന് പറഞ്ഞാൽ ആ ബാഗിൻ്റെ വോളിയം ഇൻറ്റു 100. അതാണ് അവിടുത്തെ പാക്കിംഗ് എഫിഷ്യൻസി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ക്ലിയർ ആയോ? ഇനി നമുക്ക് ഈ ഒരു പാക്കിംഗ് എഫിഷ്യൻസി നമ്മുടെ ഓരോ ക്യൂബിക് സിസ്റ്റത്തിലും പരിചയപ്പെടണം. അതായത് ഒരു സിമ്പിൾ ക്യൂബിക് സിസ്റ്റം, അതുപോലെ തന്നെ ഫേസ് സെൻറ്റേർഡ് ക്യൂബിക് സിസ്റ്റം, ബോഡി സെൻറ്റേർഡ് ക്യൂബിക് സിസ്റ്റം, ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഓൾറെഡി പറഞ്ഞതാണ് എന്താണെന്ന് അല്ലേ. അതുപോലെ തന്നെ നമ്മൾ ഈ പറഞ്ഞ ഓരോ ക്യൂബിക് സിസ്റ്റത്തിലെയും നമ്പർ ഓഫ് ആറ്റംസ് എത്രയാണെന്നുള്ള കാര്യവും നമ്മൾ പറഞ്ഞു. അതുകൂടി ആലോചിച്ചിരിക്കുക. ഒരു സിമ്പിൾ ക്യൂബിക് സിസ്റ്റത്തിൻ്റെ നമ്പർ ഓഫ് ആറ്റംസ് നമ്മൾ പഠിച്ചു, എന്താണ് 1 ആണ് അല്ലേ. നമ്പർ ഓഫ് ആറ്റംസ് 1 ആണ്. അതുപോലെ ഒരു ബോഡി സെൻറ്റേർഡ് ക്യൂബിക് സിസ്റ്റം ബി സി സിയിലെ നമ്പർ ഓഫ് ആറ്റംസ് നമ്മൾ പഠിച്ച് ഓർക്കുന്നുണ്ടോ? എത്രയാണ്? 1 സെൻറ്റർ ഓഫ് ദ ബോഡിയിലും പിന്നീട് എന്താണ് 8 കോർണേഴ്സിലുമായിട്ട് കാണപ്പെടും. ആ 8 കോർണേഴ്സിലുള്ളത് ഷെയർ ചെയ്ത് പോവും. അങ്ങനെ ആകെ ടോട്ടൽ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് നമ്മൾ പഠിച്ചു. എന്താണ് നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് അല്ല, നമ്പർ ഓഫ് ആറ്റംസ് ഇൻ ദ യൂണിറ്റ് സെൽ എത്രയാണ്? ബി സി സിയിൽ 2 ആണ്. ഇനി ഫേസ് സെൻറ്റേർഡ് ക്യൂബിക് സിസ്റ്റം എഫ് സി സിയിൽ നമ്മൾ എത്രയാണ് പഠിച്ചേ? എഫ് സി സിയിൽ എത്രയാണ്? 4 ആണ് പഠിച്ചത് അല്ലേ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത്. ബോഡി സെൻറ്റേർഡ് ക്യൂബിക് സിസ്റ്റത്തിലാണെങ്കിൽ എന്താണ് നമ്പർ ഓഫ് ആറ്റംസ് ഇൻ ദ യൂണിറ്റ് സെൽ 2 ആണ്. സിമ്പിൾ ക്യൂബിക് സിസ്റ്റം ആണെങ്കിൽ 1 ആണ്. ഫേസ് സെൻറ്റേർഡ് ആണെങ്കിൽ 4 ആണ്. ഇനി ഞാൻ എന്തിനാണ് ഈ പറഞ്ഞ കാര്യങ്ങൾ ഇവിടെ പറഞ്ഞതെന്ന് വെച്ചാൽ നമുക്ക് ഈ പാക്കിംഗ് എഫിഷ്യൻസി ഓരോ ക്യൂബിക് സിസ്റ്റത്തിലും കണ്ടുപിടിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ കണ്ടുപിടിക്കുമ്പോൾ നമ്മുടെ ഇക്വേഷൻ കണ്ടോടാ. ഇപ്പോൾ പാക്കിംഗ് എഫിഷ്യൻസിയുടെ ജനറൽ ഇക്വേഷൻ പറയുമ്പോൾ വോളിയം ഓഫ് ആറ്റംസ് ഇൻ എ യൂണിറ്റ് സെൽ ഡിവൈഡഡ് ബൈ വോളിയം ഓഫ് യൂണിറ്റ് സെൽ ഇൻറ്റു 100 എന്ന് പറയും. ഇനി നമ്മുടെ ഓരോ ക്യൂബിക് സിസ്റ്റത്തിലേക്ക് വരുമ്പോഴും എന്താണ് അതിലെ പാർട്ടിക്കിൾസിൻ്റെ എണ്ണം വ്യത്യാസമാണ്. ഇപ്പോൾ സിമ്പിൾ ക്യൂബിക് സിസ്റ്റം ആണെങ്കിൽ എന്താണ് നമ്പർ ഓഫ് ആറ്റംസ് 1 ഉള്ളൂ. അതുപോലെ ബി സി സി ആണെങ്കിൽ 2 ആണ്, എഫ് സി സി ആണെങ്കിൽ 4 ആണ്. അപ്പോൾ
ഇത് സെയിം ഇക്വേഷനെ തന്നെ നമ്മൾ ഓരോ ക്യൂബിക് സിസ്റ്റത്തിലേക്ക് വരുമ്പോഴും അതിന്റെ നമ്പർ ഓഫ് ആറ്റംസ് ഇൻ ദ യൂണിറ്റ് സെല്ല് കൂടി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. നമ്പർ ഓഫ് ആറ്റംസ് ഇൻ ദ യൂണിറ്റ് സെല്ല് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഓക്കെ, നമുക്ക് വിശദമായിട്ട് പരിചയപ്പെടാം. എന്താന്ന് വെച്ചാൽ നമുക്ക് നോക്കാം. ഇനി ഓരോ ക്യൂബിക് സിസ്റ്റത്തിലെയും പാക്കിംഗ് എഫിഷ്യൻസി എത്രയാണെന്ന് നോക്കാം. നോക്കിയാണോ, നമ്മുടെ ഒരു സിമ്പിൾ ക്യൂബിക് സിസ്റ്റമാണ് ഫസ്റ്റിലെ കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ ഒരു സിമ്പിൾ ക്യൂബിക് സിസ്റ്റത്തിൽ നമ്മൾ പഠിച്ചു എന്താണ്, നമ്മുടെ ക്യൂബിന് 8 കോർണേഴ്സ് ഉണ്ട്. അപ്പോൾ ഓരോ പാർട്ടിക്കിൾസ്, ഓരോ ആറ്റവും ആദ്യം 8 കോർണേഴ്സിലായിട്ട് അറേഞ്ച് ചെയ്യുമെന്ന് പറഞ്ഞു. ആകെ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് എന്താണ്, ഒരു യൂണിറ്റ് സെല്ലിലെ 1 ആണെന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ കാര്യമാണ്. ഓക്കെ, ഇനി ഫിഗറിലേക്ക് വന്നേടാ. അപ്പോൾ ഓരോ കോർണേഴ്സിൽ 1 2 3 4 പിന്നെ ബാക്കിൽ 4 എണ്ണം, അങ്ങനെ ആകെ 8 ആറ്റംസ് 8 കോർണേഴ്സിലായിട്ടാണ് കാണപ്പെടുന്നത്. ഇതിൽ നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ നോക്കിക്കേ, ഇതെന്ന് പറഞ്ഞാൽ എന്താണ്, ഈ ഒരു സ്ഫിയറിന്റെ റേഡിയസ് അല്ലേ R എന്ന് പറയുന്നത്? ആണല്ലോ. നമുക്കറിയാം ഒരു ക്യൂബ്, നമ്മളൊരു ക്യൂബ് കൺസിഡർ ചെയ്യുമ്പോൾ ക്യൂബിന്റെ എന്താണ് എല്ലാ സൈഡിന്റെയും ലെങ്ത് എത്രയാണടാ? ഒരു സൈഡിന്റെ ലെങ്ത് A ആണെങ്കിൽ ഇതിന്റെ എല്ലാ സൈഡിന്റെയും ലെങ്ത് A തന്നെയാണ്. ആണല്ലോ. അങ്ങനെ ആണെങ്കിൽ ഇതിന്റെ ടോട്ടൽ വോളിയം എന്ന് പറഞ്ഞാൽ എന്താ? A ക്യൂബാണ്. ആണല്ലോ. അപ്പോൾ ഞാൻ ഈ ക്യൂബിന്റെ ഒരു സൈഡിന്റെ ലെങ്ത് A, എനിക്ക് ഈ A എന്ന് പറയുന്ന ഒരു ലെങ്ത് വേണം. എന്തിനാ എനിക്ക് A എന്ന് പറയുന്ന ലെങ്ത് വേണ്ടത്? കാരണം എനിക്കറിയാം എന്താണ്, എൻ്റെ യൂണിറ്റ് സെൽ എന്ന് പറഞ്ഞാൽ എന്താണ്, യൂണിറ്റ് സെല്ല് A ആണ് അല്ലേ? അതായത് എനിക്ക് അതിൻ്റെ വോളിയം കണ്ടുപിടിക്കണം, A ക്യൂബ് കണ്ടുപിടിക്കണം. കാരണം വോളിയം ഓഫ് എന്താണ്, ടോട്ടൽ വോളിയം ഓഫ് യൂണിറ്റ് സെൽ എനിക്ക് കണ്ടുപിടിക്കണം. അപ്പോൾ എനിക്ക് A ക്യൂബിൻ്റെ വാല്യൂ വേണം. ഓക്കെ അല്ലേ? ഓക്കെ ആണ്. ഇനി നോക്കിക്കേ, ഞാൻ പറയുകയാണ് എൻ്റെ ഈ ഒരു സ്ട്രക്ചറിൽ, സിമ്പിൾ ക്യൂബിക് സിസ്റ്റത്തിൻ്റെ സ്ട്രക്ചറിൽ എന്താണ്, ഈ സൈഡിൻ്റെ ലെങ്ത് A ആണെന്ന് പറഞ്ഞു, അല്ലെങ്കിൽ ഓരോ സൈഡിൻ്റെയും ലെങ്ത് A ആണെന്ന് പറഞ്ഞു. അപ്പോൾ ഈ പറഞ്ഞ ഇവിടുന്ന് ഇവിടം വരെയുള്ള ഡിസ്റ്റൻസ് അല്ലേ ശരിക്കും A എന്ന് പറയുന്നത് അല്ലേ? അതായത് കുറച്ചുകൂടി കൃത്യമായിട്ട് പറഞ്ഞാൽ നമ്മുടെ ഈ 2 ആറ്റത്തിൻ്റെയും സെൻറ്റേഴ്സുകൾ തമ്മിൽ ജോയിൻ ചെയ്യുന്ന ആ ഒരു ഡിസ്റ്റൻസ്, 2 ആറ്റത്തിൻ്റെയും സെൻറ്റേഴ്സുകൾ തമ്മിൽ ജോയിൻ ചെയ്യുന്ന ഡിസ്റ്റൻസ്, അതായത് ഇവിടുന്ന് ഇവിടെ വരെ 6 ആണെങ്കിൽ ഇവിടുന്ന് ഇവിടം വരെയും 6 ആണ്. കാരണം എന്താണ്, ഇതിൻ്റെ റേഡിയസും 6 ആണ്, ഇതിൻ്റെ റേഡിയസും 6 ആണ്. അപ്പോൾ R + R 2R, കണ്ടോ? 2R എന്ന് പറയുന്നതല്ലേടാ ഈ പറഞ്ഞ എന്ത്, ഈ ക്യൂബിൻ്റെ ഒരു സൈഡിൻ്റെ ലെങ്ത് അല്ലേ? അതായത് എനിക്ക് എഴുതാം A = 2R എന്ന് എഴുതാം. A = 2R എന്ന് എനിക്ക് എഴുതാൻ സാധിക്കും. A = 2R എന്നാവുമ്പോൾ ആറിൻ്റെ വാല്യൂ എനിക്ക് എന്തെഴുതാം? A/2 എന്ന് എഴുതാം. കണ്ടോ? ഇത് കഴിഞ്ഞ എക്സാമിന്, നമ്മുടെ കഴിഞ്ഞ ലീഗൽ മെട്രോളജി ഇൻസ്പെക്ടർ എക്സാമിന് ചോദിച്ചതാണ്. എന്താണ് ക്വസ്റ്റ്യൻ എന്നറിയാമോ? ഒരു സിമ്പിൾ ക്യൂബിക് സിസ്റ്റത്തിൽ അതിൻ്റെ റേഡിയസും അതിൻ്റെ എന്താണ് എയും തമ്മിലുള്ള റിലേഷൻ, റേഡിയസും ലെങ്ത് ഓഫ് വൺ സൈഡും തമ്മിലുള്ള റിലേഷൻ ചോദിച്ചു. അപ്പോൾ എന്താ, A = 2R അല്ലെങ്കിൽ R = A/2 ആണ്. ഇത്രയും കാര്യങ്ങൾ മനസ്സിലായോടാ? ഇനി ഞാൻ എന്തിനാണ് R കണ്ടുപിടിച്ചത്, എന്തിനാണ് A കണ്ടുപിടിച്ചതെന്ന് നോക്കാം. നമ്മുടെ ഫോർമുലയിലേക്ക് വരുമ്പോൾ പാക്കിംഗ് എഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ വോളിയം ഒക്യുപൈഡ് ബൈ 1 ആറ്റം ഡിവൈഡഡ് ബൈ ടോട്ടൽ വോളിയം ഓഫ് യൂണിറ്റ് സെല്ലാണ്. അപ്പോൾ എനിക്ക് ഒരു ആറ്റത്തിൻ്റെ വോളിയം കണ്ടുപിടിക്കണം. ഇനി നമ്മുടെ ആറ്റം എന്ന് പറഞ്ഞാൽ എന്താണ്, ഇപ്പോൾ സ്പെറിക്കൽ ഷേപ്പിലാണ് ആറ്റംസ് എല്ലാം അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നതെന്ന് പറഞ്ഞു. ആണല്ലോ. ഓക്കെ, അങ്ങനെ ആണെങ്കിൽ എന്താണ്, വോളിയം ഓഫ് 1 ആറ്റം അല്ലെങ്കിൽ വോളിയം ഒക്യുപൈഡ് ബൈ 1 ആറ്റം എന്ന് പറയുന്നത് എന്താടാ? നമുക്കറിയാം ഒരു സ്പിയറിന്റെ കേസിൽ വോളിയത്തിന്റെ ഫോർമുല നമ്മൾ പഠിച്ചിട്ടുള്ളതല്ലേ. എന്താണ് സ്പിയറിന്റെ വോളിയം? 4/3 πr³ ആണ് അല്ലേ? 4/3 πr³ ആണ്. അപ്പോൾ എനിക്ക് കിട്ടി വോളിയം ഒക്യുപൈഡ് ബൈ 1 ആറ്റം എന്നുള്ളത് ഞാൻ എഴുതി 4/3 × πr³ എന്ന് എഴുതാം, ഡിവൈഡഡ് ബൈ. ഇനി എനിക്ക് എന്താ വേണ്ടേ? ടോട്ടൽ വോളിയം ഓഫ് ദ യൂണിറ്റ് സെൽ, ആ യൂണിറ്റ് സെല്ലിന്റെ ആകെ വോളിയം. നോക്കിക്കേടാ, ഇതിന്റെ ഒരു സൈഡിന്റെ ലെങ്ത് A ആണ് അല്ലേ? ഒരു സൈഡിന്റെ ലെങ്ത് A ആണെങ്കിൽ അതിന്റെ വോളിയം എന്തായിരിക്കും? A³ ആയിരിക്കും. ആണല്ലോ, ആണ്. പക്ഷെ എനിക്ക് A³ എന്ന് ഞാനിവിടെ ഡയറക്റ്റ് എഴുതുന്നില്ല. എന്തുകൊണ്ടാ? എനിക്കിതിനെ സോൾവ് ചെയ്ത ആ വാല്യൂ കണ്ടുപിടിക്കേണ്ടേ. അപ്പോൾ വോളിയം = A³ ആണ്. ഇനി ഞാനിവിടെ താഴെ A³ എന്ന് എഴുതുന്നില്ല, പകരം എന്ത് ചെയ്യാണ്? A എന്നുള്ളതിനെ Rന്റെ ടേമിലേക്ക് കൺവേർട്ട് ചെയ്യുകയാണ്. A എന്നുള്ളതിനെ Rന്റെ ടേമിലേക്ക് മാറ്റുവാണ്. അതായത് A എന്ന് പറഞ്ഞാൽ 2R അല്ലേടാ? അങ്ങനെ ആണെങ്കിൽ A³ എന്തായിരിക്കും? 2Rന്റെ ക്യൂബ് ആയിരിക്കും അല്ലേ? A³ എന്ന് പറഞ്ഞാൽ 2Rന്റെ ക്യൂബ്. അതായത് 2ന്റെ ക്യൂബ് 8, Rന്റെ ക്യൂബ് R³.
8r³ എന്നുള്ളതായിരിക്കും അവിടുത്തെ വോളിയം വരുന്നത്. അപ്പം ഞാൻ എഴുതി 4/3 πr³ ഡിവൈഡഡ് ബൈ എന്താണ് 8r³ എന്ന് എഴുതി. കണ്ടോ? എനിക്ക് വേണ്ട എന്താണ്? പാക്കിംഗ് എഫിഷ്യൻസിയാണ്. അപ്പോൾ ഇൻറ്റു 100 ഇൻ പെർസെൻറ്റേജിലാണ് എനിക്ക് വേണ്ടത്. അപ്പോൾ ഞാൻ ഇൻറ്റു 100 കൂടി ചെയ്യണം. ഓക്കെ, അപ്പോൾ എന്ത് വരും ഇവിടെ? r³ കട്ട് ചെയ്ത് പോയി. പിന്നെ ആരാ ഉള്ളേ? 4/3 ഇൻറ്റു പൈ അല്ലേ, ഡിവൈഡഡ് ബൈ 8 ഇൻറ്റു 100 എന്ന് വരും. അപ്പോൾ ഇത് ചെയ്ത് വരുമ്പോൾ ഇതിൻ്റെ ആൻസർ എത്രയാണെന്ന് അറിയാമോടാ? ഇതിൻ്റെ ആൻസർ വരുന്നത് 52.4% ആണ് കേട്ടോ. 52.4% ആണ് എന്തെന്ന് പറയുന്നത്? പാക്കിംഗ് എഫിഷ്യൻസി ഓഫ് എ സിമ്പിൾ ക്യൂബിക് സിസ്റ്റം എന്ന് പറയുന്നത്. ഈ വാല്യൂ മറന്നു പോകരുത്. ഈ വാല്യൂ ഓർത്ത് വെച്ചിരിക്കുക. എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. പാക്കിംഗ് എഫിഷ്യൻസി ഓഫ് എ സിമ്പിൾ ക്യൂബിക് സിസ്റ്റം എങ്ങനെയാണ്? 52.4%. ശരിക്കും നമുക്ക് ഈ ഒരു വാല്യൂവിൻ്റെ ആവശ്യമുള്ളൂ. ഞാൻ നിങ്ങൾക്ക് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് സ്റ്റെപ്പൊക്കെ പറഞ്ഞു തന്നത് കേട്ടോ. അതുപോലെ തന്നെ ഇവിടെ ആലോചിക്കേണ്ട മറ്റൊരു കാര്യം എന്താണ്? ഇവിടുത്തെ എയും ആറും തമ്മിലുള്ള റിലേഷൻ എന്താണ്? A is equal to 2r ആണ്. ഇപ്പോൾ എൻ്റെ ക്വസ്റ്റ്യൻ എന്താണ്? പാക്കിംഗ് എഫിഷ്യൻസി ഓഫ് എ സിമ്പിൾ ക്യൂബിക് സിസ്റ്റം എന്നാണ് പറഞ്ഞേക്കുന്നത് അല്ലേ? ഓക്കെ, ഇനി പാക്കിംഗ് എഫിഷ്യൻസി 52.4% ആണ്. അങ്ങനെയാണെങ്കിൽ എത്ര പെർസെൻറ്റേജ് ആണ് അവിടെ വേക്കൻ്റ് ആയിട്ടുള്ളത്? എത്ര പെർസെൻറ്റേജ് ആണ് അവിടെ വേക്കൻ്റ് ആയിട്ടുള്ളത് ഫോർ എ സിമ്പിൾ ക്യൂബിക് സിസ്റ്റം? അങ്ങനെയാണ് ക്വസ്റ്റ്യനെങ്കിലോ? അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് വേണം? ആകെ 100-ലല്ലേ പെർസെൻറ്റേജ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ സിമ്പിൾ ക്യൂബിക് സിസ്റ്റത്തിൻ്റെ പാക്കിംഗ് എഫിഷ്യൻസി 52.4% ആണെങ്കിൽ 100 മൈനസ് 52.4% ആയിരിക്കും എന്ത് വരുന്നത്? ഈ പറഞ്ഞ ബാക്കിയുള്ള സ്പേസ്, അതായത് ബാക്കി വേക്കൻ്റ് ആയിട്ട് കിടക്കുന്ന സ്പേസ് എന്ന് പറയുന്നത്, അതിൻ്റെ പെർസെൻറ്റേജ് എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? ഇനി നമുക്കൊരു ബോഡി സെൻറ്റേർഡ് ക്യൂബിക് സിസ്റ്റത്തിൻ്റെ കേസിലെ പാക്കിംഗ് എഫിഷ്യൻസി നോക്കാം. അപ്പോൾ നമ്മൾ പഠിച്ചു ഒരു ബോഡി സെൻറ്റേർഡ് ക്യൂബിക് സിസ്റ്റം ആണെങ്കിൽ എന്താണ്? നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് എത്രയെന്നാ പറഞ്ഞേ? ബോഡി സെൻറ്റേർഡ് ക്യൂബിക് സിസ്റ്റത്തിൽ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് 2 ആണ് അല്ലേ? ഒരെണ്ണം ബോഡി സെൻറ്ററിലും പിന്നെന്താണ് 8 കോർണേഴ്സിലുള്ളത് ഷെയർ ചെയ്ത് പോയി 1/8 ഇൻറ്റു 8 1 പ്ലസ് 1 ബോഡി സെൻറ്ററിൽ അങ്ങനെ 2 ആണെന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിറൈവ് ചെയ്ത കാര്യമാണ്. ഓക്കെ അല്ലേ? അപ്പോൾ ഈ ഒരു കാര്യം മറക്കരുതേ. ഓക്കെ, ഇനി നമുക്ക് പാക്കിംഗ് എഫിഷ്യൻസിയിലേക്ക് വരാം. അതിന് മുന്നേ നമ്മുടെ ബോഡി സെൻറ്റേർഡ് ക്യൂബിക് സിസ്റ്റം നോക്കിയടാ. ഈ ഒരു ക്യൂബ് മനസ്സിലേക്ക് സങ്കല്പിക്കുക. നിങ്ങൾക്ക് ഈ ഒരു ചാപ്റ്റർ പഠിക്കുമ്പോൾ പ്രധാനമായിട്ടും സോളിഡ്സ് പഠിക്കുമ്പോൾ നമ്മൾ 3D കാര്യങ്ങളൊക്കെയാണ് പഠിക്കുന്നത്. നല്ലൊരു ഇമാജിനേഷൻ വേണം കേട്ടോ. ഞാൻ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ മനസ്സിലൊന്ന് ഇമാജിൻ ചെയ്ത് പോവുക. അങ്ങനെയാണെങ്കിൽ പെട്ടെന്ന് മനസ്സിലാവും. അപ്പോൾ ബോഡി സെൻറ്റേർഡ് ക്യൂബിക് സിസ്റ്റത്തിൽ നമ്മുടെ ക്യൂബ് കൺസിഡർ ചെയ്തു. അപ്പോൾ എന്താണ്? ഒരാറ്റം നമുക്കറിയാം ബോഡി സെൻറ്ററിലാണ്, ബോഡിയുടെ സെൻറ്ററിലാണ് ഒരാറ്റം ഇരിക്കുന്നത് അല്ലേ? ബാക്കിയുള്ള 8 ആറ്റവും 8 കോർണേഴ്സിലായിട്ട് ഇരിക്കുന്നു. കണ്ടോ? 1 2 3 4 5 6 7 8 കണ്ടോ? 8 കോർണേഴ്സിലായിട്ടാണ് കാണപ്പെടുന്നത്. അപ്പോൾ നമുക്ക് നേരത്തെ പോലെ തന്നെ നമ്മുടെ ക്യൂബിൻ്റെ എഡ്ജിൻ്റെ ലെങ്തിനെ A ആക്കി എടുക്കാം കേട്ടോ. ക്യൂബിൻ്റെ എഡ്ജിൻ്റെ ലെങ്തിനെ A ആക്കി എടുത്തു. അതുപോലെ തന്നെ എന്താണ്? നമ്മുടെ സ്ഫിയറിൻ്റെ റേഡിയസിനെ ഞാൻ R ആക്കി എടുത്തു. ക്യൂബിൻ്റെ എഡ്ജിൻ്റെ ലെങ്തിനെ ഞാൻ എന്താക്കി എടുത്തു? A ആക്കി എടുത്തു. പിന്നെന്താ? പിന്നീട് ആ ഒരു നമ്മുടെ സ്ഫിയറിൻ്റെ റേഡിയസിനെ R ആക്കി എടുത്തു. അങ്ങനെയാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആണെങ്കിൽ നമുക്ക് ഈ എയും ആറും തമ്മിലൊന്ന് റിലേറ്റ് ചെയ്ത് നോക്കാം. കാരണം എന്താ? പാക്കിംഗ് എഫിഷ്യൻസി കണ്ടുപിടിക്കണമെങ്കിൽ നമുക്കറിയാം വോളിയം ഓഫ് ദ 1 ആറ്റം ഡിവൈഡഡ് ബൈ വോളിയം ഓഫ് യൂണിറ്റ് സെല്ല് ഇൻറ്റു നമ്പർ ഓഫ് ആറ്റം ഇൻറ്റു 100. അങ്ങനെയാണ് നമ്മുടെ ഫോർമുല. അപ്പോൾ അതിലെന്ത് വേണം? വോളിയം ഓഫ് ആറ്റവും അതുപോലെ വോളിയം ഓഫ് യൂണിറ്റ് സെല്ലും കണ്ടുപിടിക്കുമ്പോൾ നമുക്ക് ഒന്ന് രണ്ടുപേരെയും എന്താണ് എയിലേക്കോ അല്ലെങ്കിൽ ആറിലേക്കോ കൺവേർട്ട് ചെയ്യണം അല്ലേ? അതായത് എയും ആറും തമ്മിലുള്ള റിലേഷൻഷിപ്പ് അവിടെ ബിൽഡ് ചെയ്യണം. എങ്കിൽ മാത്രമേ എനിക്ക് ആ ഇക്വേഷൻ ഡിറൈവ് ചെയ്തെടുക്കാൻ പറ്റൂ. ഓക്കെ, അപ്പോൾ അതിനുവേണ്ടി എന്ത് വേണം? ഇവിടെ എയും ആറും തമ്മിൽ എന്തെങ്കിലും റിലേഷൻ ഉണ്ടോ നോക്കാം. അപ്പോൾ നോക്കിയടാ, ഈ ഫിഗർ നോക്കുമ്പോൾ നേരത്തെ ആണെങ്കിൽ എനിക്ക് എഴുതാൻ പറ്റുമായിരുന്നു എന്താണ്? നേരത്തെ നമ്മൾ കണ്ട ക്വസ്റ്റ്യനിൽ ഇവിടെ ഈ എ എന്ന് പറഞ്ഞാൽ എന്താണ്? ഡയറക്റ്റ് നമുക്ക് പറയായിരുന്നു 2r ആണ്. r പ്ലസ് r 2r ആണെന്ന് പറയാൻ പറ്റുമായിരുന്നു. ഇനി ഇവിടെ നോക്കിക്കേടാ, ഇവിടെ നമുക്ക് അങ്ങനെ പറയാൻ പറ്റൂടാ. എ എന്ന് പറഞ്ഞാൽ അതാ എഡ്ജ് ലെങ്ത് ദേ ഇവിടെ കിടക്കുവാണ്. r എന്ന് പറഞ്ഞാൽ എന്താണ്? r ദേ ഇവിടെയാണ്. അതായത് ശരിക്കും ഈ പാസ് ചെയ്ത് പോയിരിക്കുന്നത് അതിൻ്റെ ബോഡി ഡയഗണലാണ്. ബോഡി ഡയഗണലാണ് ആ പോയിരിക്കുന്നത്, അല്ലാതെ അതിൻ്റെ എന്താണ് സൈഡിൻ്റെ ലെങ്ത് അല്ല പോയിരിക്കുന്നത്. അപ്പോൾ ഞാൻ പറയുകയാണ്, നമുക്കിതേ ഈ ഒരു ട്രയാങ്കിൾ കണ്ടോ? നിങ്ങൾ കാണുന്നുണ്ടോ? ഞാൻ ഈ ഒരു ട്രയാങ്കിൾ കൺസിഡർ ചെയ്തു. ട്രയാങ്കിൾ AFD കൺസിഡർ ചെയ്തു. കണ്ടോ? ട്രയാങ്കിൾ AFD. എനിക്ക് ഈ ഒരു ട്രയാങ്കിൾ കൺസിഡർ ചെയ്യുമ്പോൾ നോക്കിയടാ, ഇതൊരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ അല്ലേ? റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ AFD എന്ന് പറയുന്നത്. അപ്പോൾ ഈ സൈഡ് കണ്ടോടാ, ഈ സൈഡ് അതിൻ്റെ ഹൈപ്പോട്ന്യൂസും ഇത് അതിൻ്റെ ഓൾട്ടിറ്റ്യൂഡും ബേസും അല്ലേ?
അപ്പോൾ എനിക്ക് ഈ ട്രയാങ്കിളിൽ നിന്ന് ഇത് കണ്ടോ, സിയും ബിയും എയും റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിന്റെ 3 സൈഡുകളാണെങ്കിൽ എന്താണ്, ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ ഈസ് ഈക്വൽ ടു ബേസ് സ്ക്വയർ പ്ലസ് ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ. പൈതഗോറസ് തിയറം എനിക്ക് അപ്ലൈ ചെയ്തൂടെ? ചെയ്യാലോ. അപ്പോൾ എന്തെഴുതാം, സി സ്ക്വയർ ഈസ് ഈക്വൽ ടു എനിക്ക് ബി സ്ക്വയർ പ്ലസ് എ സ്ക്വയർ എന്ന് എഴുതാം. എഴുതിക്കൂടെ? സി സ്ക്വയർ ഈസ് ഈക്വൽ ടു ബി സ്ക്വയർ പ്ലസ് എ സ്ക്വയർ എന്ന് എഴുതാം. ഇനി നോക്കിയേ, ഇനി അതിന് എ സ്ക്വയർ എന്താ, എ എന്ന് പറഞ്ഞാൽ നമ്മുടെ ക്യൂബിന്റെ ഒരു സൈഡാണ് ആണല്ലോ. ഇനി അതവിടെ നിൽക്കട്ടെ. ബിയിലേക്ക് വരൂ. ബി കണ്ടോ, ബി എന്താ ക്യൂബിന്റെ സൈഡാണോ? അല്ല. ഇത് മനസ്സിലാകാനായിട്ട് ഞാൻ കുറച്ചിങ്ങോട്ട് മാറ്റി വരച്ചു തരാം കേട്ടോ. അത് നിങ്ങൾ ആ താഴത്തെ ബി ഒന്ന് നോക്കിക്കേടാ. ബി എന്ന് പറഞ്ഞാൽ ശരിക്കും ഇതിന്റെ ഒരു ഫേസ് അല്ലേടാ, താഴത്തെ ഫേസ് അല്ലേ ബി? ഒരു ക്യൂബിന്റെ ഓരോ ഫേസും സ്ക്വയറുകളല്ലേടാ. ഒരു ക്യൂബിന്റെ ഓരോ ഫേസും സ്ക്വയറുകളാണ് അല്ലേ. അപ്പൊ ഇതൊരു സ്ക്വയർ ആണെങ്കിൽ ഇത് കണ്ടോ, ഇതല്ലേ ബി എന്ന് പറയുന്നത്? ഇത് എയും അല്ലേ? ഇതതിന്റെ സ്ക്വയറിന്റെ ഡയഗണൽ അല്ലേ? സോറി, നമ്മുടെ ഫേസിന്റെ ഡയഗണൽ അല്ലേ? ആണല്ലോ. അപ്പൊ ഇത് എയും ഇത് ബിയും ആണെങ്കിൽ, അല്ലെങ്കിൽ ഒരു സ്ക്വയർ നമ്മൾ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ വൺ സൈഡ് എയും ഇത് എയും ആണെങ്കിൽ അതിന്റെ ഡയഗണൽ എത്രടാ? ഡയഗണൽ ഓഫ് എ സ്ക്വയർ എത്ര? നമ്മൾ പഠിച്ചിട്ടില്ലേ? √2a അല്ലേ? അപ്പൊ ഇതിനെ √2a എന്ന് എഴുതാം. മനസ്സിലായോ? അതായത് ഈ ഫിഗറിലേക്ക് വരുമ്പോൾ ബിയുടെ വാല്യൂ √2a എന്ന് എഴുതി. മനസ്സിലായോ? അതെങ്ങനെയാ വന്നത് നിങ്ങൾക്ക് മനസ്സിലായോ? കാരണം നമ്മൾ താഴത്തെ ആ ഒരു ഫേസ് കൺസിഡർ ചെയ്തു. താഴത്തെ ഫേസിലേക്ക് വരുമ്പോൾ ഫേസ് ഡയഗണൽ എന്ന് പറഞ്ഞാൽ എന്താണ്? അത് നമ്മുടെ സ്ക്വയറിന്റെ ഷേപ്പാണ്. സ്ക്വയറിന്റെ ഡയഗണൽ √2a ആണ്. ഓക്കെ. അപ്പോൾ എനിക്കിവിടെ എന്ത് കൊടുക്കാടാ? ബിക്ക് പകരം √2a എന്ന് കൊടുക്കാം. √2a സ്ക്വയർ പ്ലസ് ഇവിടെ a സ്ക്വയർ. അപ്പൊ സി സ്ക്വയർ ഈസ് ഈക്വൽ ടു എന്താണ്? √2a സ്ക്വയർ. അപ്പൊ √2 സ്ക്വയർ വേണം. √2 സ്ക്വയർ, റൂട്ടും സ്ക്വയറും കൂടി വന്നാൽ കട്ട് ചെയ്ത് പോകും. അപ്പൊ √2 സ്ക്വയർ 2 ആണ്. a സ്ക്വയർ 2a സ്ക്വയർ പ്ലസ് a സ്ക്വയർ. അതായത് സി സ്ക്വയർ എന്ന് പറഞ്ഞാൽ 2a സ്ക്വയർ പ്ലസ് a സ്ക്വയർ 3a സ്ക്വയർ ആണ്. സി സ്ക്വയർ എന്ന് പറഞ്ഞാൽ 3a സ്ക്വയർ ആണ്. അല്ലെങ്കിൽ സി ഈസ് ഈക്വൽ ടു എനിക്ക് √3a എന്ന് പറയാം. സി ഈസ് ഈക്വൽ ടു √3a എന്ന് പറയാം. പറഞ്ഞൂടെ? സി ഈസ് ഈക്വൽ ടു √3a എന്നൊക്കെ എഴുതി. ഇനി എന്തുവാണ് സി? നമുക്ക് സിയും എയും തമ്മിലുള്ള റിലേഷൻ ആണോ വേണ്ടത്? ആണോ? അല്ല. നമുക്ക് വേണ്ട എന്താ? നമുക്ക് പാക്കിംഗ് എഫിഷ്യൻസി വേണം. അതിന് നമുക്ക് റേഡിയസും അതുപോലെ തന്നെ എഡ്ജ് ലെങ്തും തമ്മിലുള്ള റിലേഷനാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഈ സി എന്നുള്ളതിനെ എന്താക്കാം? ആറിലേക്ക് ഒന്ന് കൊണ്ടുവരാം. ഫിഗറിലേക്ക് നോക്കിക്കേ. കണ്ടോ, ഇതല്ലേ നമ്മുടെ സി? AF എന്ന് പറയുന്ന ഡയഗണൽ ലെങ്ത് അല്ലേ സി? ആണ്. അപ്പൊ നോക്കിക്കേ, സി എന്ന് പറഞ്ഞാൽ ഈ ഒരു സ്ഫിയറിന്റെ റേഡിയസ് ഇവിടുന്ന് ഇവിടം വരെ വരുന്നുണ്ട് അല്ലേ? 6. പിന്നെ ഈ ഒരു സ്ഫിയറിന്റെ കംപ്ലീറ്റ് വരുന്നുണ്ട്. അതായത് ഇവിടുന്ന് ഇവിടെ വരെ 6 ആണെങ്കിൽ ഇതും 6 ആണ്. ഇനി ഇവിടുന്ന് ഇവിടെ വരെയും വരുന്നുണ്ട്, അതും 6 ആണ്. അതായത് സി എന്ന് പറഞ്ഞാൽ R പ്ലസ് R പ്ലസ് R പ്ലസ് R. സി എന്ന് പറഞ്ഞാൽ R പ്ലസ് R പ്ലസ് R പ്ലസ് R. 4R അല്ലേ? 4R അല്ലേടാ സി എന്ന് പറഞ്ഞാൽ? കിട്ടി. സി എന്ന് പറഞ്ഞാൽ 4R ആണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ സിക്ക് പകരം 4R കൊടുക്കാം. അപ്പൊ 4R ഈസ് ഈക്വൽ ടു ഞാൻ എന്തെഴുതിയടാ? √3a. ഉണ്ടോ? 4R ഈസ് ഈക്വൽ ടു √3a എന്ന് എഴുതി. അതല്ല എങ്കിൽ R ഈസ് ഈക്വൽ ടു √3/4 ഇൻറ്റു a. R ഈസ് ഈക്വൽ ടു √3/4 ഇൻറ്റു a. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എക്സാമിന് ചിലപ്പോൾ ഒന്ന് ചോദിക്കാം. കാരണം കഴിഞ്ഞ തവണ എന്താ ചോദിച്ചേ? സിമ്പിൾ ക്യൂബിക് സിസ്റ്റത്തിന്റെ റേഡിയസും എഡ്ജ് ലെങ്തും തമ്മിലുള്ള റിലേഷനാണ് ചോദിച്ചത്. അതുകൊണ്ട് ഇത്തവണ നമുക്ക് വേണമെങ്കിൽ FCCയോ BCCയോ ഒക്കെ ഒന്ന് പ്രതീക്ഷിക്കാം കേട്ടോ. അപ്പോൾ എന്താണ്? ഒരു ബോഡി സെന്റേർഡ് ക്യൂബിക് സിസ്റ്റം അല്ലെങ്കിൽ BCCയിൽ അതിന്റെ റേഡിയസും അതിന്റെ എഡ്ജ് ലെങ്തും തമ്മിലുള്ള ഒരു കണക്ട് ചെയ്യുന്ന ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ R ഈസ് ഈക്വൽ ടു √3/4 ഇൻറ്റു a ആണ്. ക്ലിയർ ആയോ? മനസ്സിലായോ? ഓക്കെ. കഴിഞ്ഞിട്ടില്ല. നമുക്ക് വേണ്ടത് പാക്കിംഗ് എഫിഷ്യൻസി ആണല്ലേ? ഓക്കെ. അപ്പോൾ പാക്കിംഗ് എഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ വോളിയം ഓഫ് 1 ആറ്റം ഡിവൈഡഡ് ബൈ വോളിയം ഓഫ് യൂണിറ്റ് സെല്ല് ഇൻറ്റു നമ്പർ ഓഫ് ആറ്റം ഇൻറ്റു 100. ഓക്കെ. അപ്പോൾ എന്ത് ചെയ്യാം? നമുക്ക് ഇതെല്ലാ കാര്യങ്ങളും നമ്മുടെ ഇക്വേഷനിലേക്ക് അപ്ലൈ ചെയ്യാം. ഓക്കെ. ഞാനിതിൻ്റെ എല്ലാം സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. എങ്ങനെയാണ് ചെയ്യുന്നതെന്നൊക്കെ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ അതേ നോട്ടിലുണ്ടേ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ചെയ്തത്. എന്താണ്? A ഈസ് ഈക്വൽ ടു 4/√3 ഇൻറ്റു R. അവിടെ വരെ നമുക്ക് കിട്ടി. അത്രയും കാര്യങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാം?
പാക്കിംഗ് എഫിഷ്യൻസി കണ്ടുപിടിക്കണം. സോ പാക്കിംഗ് എഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ വോളിയം ഒക്യുപ്പൈഡ് ബൈ എന്താണ് 2 സ്ഫിയേഴ്സ് ഇൻ യൂണിറ്റ് സെൽ. 2 സ്ഫിയേഴ്സ് എന്ന് പറയാൻ കാര്യം എന്താടാ, BCC ആയതുകൊണ്ട് നമ്പർ ഓഫ് ആറ്റംസ് 2 ആണ്, അതുകൊണ്ടാണ് അവിടെ 2 പറഞ്ഞത്. ഡിവൈഡഡ് ബൈ ടോട്ടൽ വോളിയം ഓഫ് യൂണിറ്റ് സെൽ. അപ്പോൾ 2 ഇൻറ്റു നോക്കിക്കേ, വോളിയം ഒക്യുപ്പൈഡ് ബൈ 2 സ്ഫിയേഴ്സ് ആണ്. അപ്പോൾ ഒരു സ്ഫിയറിന്റെ വോളിയം എന്താ 4/3 ഇൻറ്റു πr³ ആണ് അല്ലേടാ. അപ്പോൾ 4/3 ഇൻറ്റു πr³ ഇൻറ്റു 2 കൊടുത്തത് നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് 2 ആയതുകൊണ്ട് ഡിവൈഡഡ് ബൈ ഇനി എന്താണ് ടോട്ടൽ വോളിയം ഓഫ് യൂണിറ്റ് സെൽ. ടോട്ടൽ വോളിയം ഓഫ് യൂണിറ്റ് സെൽ അല്ലേ വേണ്ടത്. അപ്പോൾ വോളിയം ഓഫ് യൂണിറ്റ് സെൽ എന്താ AQ അല്ലേടാ. എടാ ഇവിടെ A നമുക്ക് എത്രയാണ് കിട്ടിയത്, നമുക്ക് കിട്ടിയ ഇക്വേഷൻ R is equal to √3/4A ആണ്. അപ്പോൾ R is equal to √3/4A. R is equal to √3/4A ആണ്. അല്ലെങ്കിൽ A is equal to എന്താണ് 4R/√3. 4R/√3 ആണ്. അങ്ങനെയാണെങ്കിൽ A³ എന്താണ് 4/√3 R the whole cube. 4/√3 R the whole cube. ഇനി ഇതിനെ സോൾവ് ചെയ്യുക. ഇതിനെ ബ്രാക്കറ്റൊക്കെ ഓപ്പൺ ചെയ്യുമ്പോൾ R³ ഒക്കെ കട്ട് ചെയ്ത് പോകും. പിന്നെ നമ്മുടെ ഈ പൈൻ്റെ ഒക്കെ വാല്യൂ ഒക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് വരുമ്പോൾ നമ്മുടെ ഉത്തരം വരുന്നത് 68% ആണ്. 68% ആണ് പാക്കിംഗ് എഫിഷ്യൻസി ഓഫ് എ BCC അഥവാ ബോഡി സെന്റേർഡ് ക്യൂബിക് സിസ്റ്റം എന്ന് പറയുന്നത്. മനസ്സിലായോ? അപ്പോൾ നമ്മുടെ സിമ്പിൾ ക്യൂബിക് സിസ്റ്റത്തിന്റെ കേസിൽ എത്രയായിരുന്നു പാക്കിംഗ് എഫിഷ്യൻസി? എത്രയായിരുന്നു? 52.4% ആയിരുന്നു അല്ലേ. BCC വന്നപ്പോൾ 68 ആയി. ക്ലിയർ? മനസ്സിലായോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? അപ്പോൾ ഈ ഒരു ഡെറിവേഷൻസ് ഒക്കെ വേണം എന്നുള്ളവരൊന്ന് എന്താണ് പ്ലേ ചെയ്ത് സ്റ്റോപ്പ് ചെയ്ത് വെച്ചിട്ട് കാണുക കേട്ടോ. ഇനി നമുക്ക് എന്തായിരിക്കും വേണ്ടത്? പാക്കിംഗ് എഫിഷ്യൻസി ഓഫ് എ ഫേസ് സെന്റേർഡ് ക്യൂബിക് സിസ്റ്റം ആണ് വേണ്ടത്. നോക്കിയടാ, ഇതാണ് നമ്മുടെ ഫേസ് സെന്റേർഡ് ക്യൂബിക് സിസ്റ്റം. നമ്മൾ പഠിച്ചായിരുന്നു ഫേസ് സെന്റർ ആവുമ്പോൾ എന്താടാ, അതിന്റെ ഫേസിലും പാർട്ടിക്കിൾസ് കാണും, കോർണേഴ്സിലും കാണും എന്ന് പറഞ്ഞു. ഇനി നമുക്ക് വേണ്ടത് പാക്കിംഗ് എഫിഷ്യൻസി ഓഫ് എ ഫേസ് സെന്റേർഡ് ക്യൂബിക് സിസ്റ്റം ആണ്. അപ്പോൾ അതിന് മുന്നേ നമ്മൾ ആലോചിക്കണം, ഒരു ഫേസ് സെന്റേർഡ് ക്യൂബിക് സിസ്റ്റം ആണെങ്കിൽ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് എത്രയാണ്? കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ കാര്യമാണ്. ഫേസ് സെന്റേർഡ് ക്യൂബിക് സിസ്റ്റത്തിൽ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് 4 ആണ് അല്ലെ, 4 എണ്ണമാണ്. ഓക്കെ, അപ്പോൾ പാക്കിംഗ് എഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ വോളിയം ഓഫ് 1 ആറ്റം ഡിവൈഡഡ് ബൈ എന്താണ് വോളിയം ഓഫ് യൂണിറ്റ് സെല്ല് ഇൻറ്റു 4 ഇൻറ്റു 100%. ഓക്കെ അല്ലേ? ഓക്കെ, അപ്പം നമുക്ക് ഫിഗർ നോക്കാം. കണ്ടോ, ഇതാണ് നമ്മുടെ ഒരു ഫേസ് സെന്റേർഡ് ക്യൂബിക് സിസ്റ്റത്തിന്റെ ഫിഗർ. കണ്ടോ, നമ്മുടെ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ഫേസിലായിട്ടാണ് കാണപ്പെടുന്നത്. കണ്ടോ, ഫേസിലായിട്ടാണ് കേട്ടോ. ഇങ്ങനെ നമ്മൾ അറേഞ്ച് ചെയ്യും. ഇനി നമുക്ക് എന്താ വേണ്ടേ? ഫസ്റ്റ് നമുക്ക് എയും ആറും തമ്മിലുള്ള റിലേഷൻഷിപ്പ് കണ്ടുപിടിക്കണം അല്ലേ. ഓക്കെ, അപ്പോൾ നോക്കിക്കേ, എ എന്ന് പറഞ്ഞാൽ എഡ്ജ് ലെങ്ത് ആണ്, ആർ എന്ന് പറഞ്ഞാൽ സ്ഫിയറിന്റെ റേഡിയസ് ആണ്. അപ്പോൾ നോക്കി, ഈ പറഞ്ഞ എഡ്ജ് ലെങ്ത് ഇതല്ലേടാ, അല്ലെങ്കിൽ ഇതല്ലേ? ആണ്. പക്ഷെ ഇവിടെ കൊടുത്തേക്കുന്ന ഫേസ് ഡയഗണൽ അല്ലേടാ, ഫേസ് ഡയഗണൽ ബി അല്ലേ. അപ്പോൾ നമുക്ക് വേണ്ടത് എന്താ? നമുക്ക് വേണ്ട ഫേസ് ഡയഗണലിന്റെ ലെങ്ത് നമുക്ക് വേണം. അങ്ങനെ ഫേസ് ഡയഗണലിന്റെ ലെങ്ത് ഇവിടെ കാൽക്കുലേറ്റ് ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് എയും ആറും തമ്മിലുള്ള റിലേഷൻഷിപ്പ് കണ്ടുപിടിക്കാൻ പറ്റൂ അല്ലേ. അപ്പൊ എന്താ നോക്കിക്കേ, ഈ ഫിഗറിലേക്ക് നോക്കിക്കേ. ഈ പറഞ്ഞ ബി എന്ന് പറഞ്ഞാൽ ഈ മാർക്ക് ചെയ്തിരിക്കുന്നതാണ് ഇതിന്റെ ഫേസ് ഡയഗണൽ. ഈ പറഞ്ഞ ഈ ADC എന്ന് പറയുന്ന ഒരു ട്രയാങ്കിൾ ADC ഞാൻ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ എന്താണ്, ഇതില് ബി എന്ന് പറഞ്ഞാൽ ഇത് റൈറ്റ് ആംഗിൾ ആണ്. ബി എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഹൈപ്പോട്ന്യൂസ് ആണ്. അപ്പോൾ ഇവിടുന്ന് ഇവിടെ DC എന്ന് പറയുന്നത് ഇവിടുത്തെ എഡ്ജ് ലെങ്ത് ആണ്. അതുപോലെ തന്നെ ADയും ഇവിടുത്തെ എഡ്ജ് ലെങ്ത് ആണ്. കണ്ടോ, DCയും ADയും എഡ്ജ് ലെങ്ത് ആണ്. അപ്പോൾ എനിക്ക് എന്താ ബി അല്ലേ കണക്കാക്കേണ്ടേ? ബി അല്ലേ. അപ്പോൾ എന്തെഴുതാടാ ഇവിടെ? എനിക്ക് ട്രയാങ്കിൾ ACD പൈതഗോറസ് തിയറം അപ്ലൈ ചെയ്തൂടെ? അപ്പോൾ ഈ ട്രയാങ്കിളിൽ നിന്ന് എനിക്ക് എന്തെഴുതാം? B² is equal to A² plus A². B² is equal to A² plus A² എന്ന് എഴുതാം. A² plus B² അല്ല, A² plus A² ആണ്. അപ്പോൾ B² is equal to ഞാൻ എഴുതി 2A² എന്ന് എഴുതി അല്ലേ. ഇനി എന്ത് വേണോടാ? ഇനി എനിക്ക് ബിയെ കണ്ടുപിടിക്കണം വേണ്ടേ? എന്തിനാണ്? ബി കണ്ടുപിടിച്ചെങ്കിൽ ബിയെ നമുക്ക് ആറിന്റെ ടേംസിലേക്ക് മാറ്റണം. എന്നിട്ട് എന്ത് വേണം? നമുക്ക് എയും ആറും തമ്മിലുള്ള റിലേഷൻഷിപ്പ് കണ്ടുപിടിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്തു? ഈ ഫേസ് ഡയഗണലിലേക്ക് നോക്കിക്കേ. ഫേസ് ഡയഗണലിലേക്ക് നോക്കുമ്പോൾ ബി എന്ന് പറയുന്ന ലെങ്ത് കണ്ടോ, ഇവിടുന്ന് ഇവിടെ വരെയുള്ള റേഡിയസ്, ഇവിടുന്ന് ഇവിടം വരെയുള്ള റേഡിയസ്, ഇവിടെയുള്ള റേഡിയസ്, പിന്നെ ഇവിടുന്ന് ഇവിടെ വരെയുള്ള റേഡിയസ്.
അതായത് ബി ഇസ് ഈക്വൽ ടു എനിക്ക് എന്ത് കിട്ടി? ആർ പ്ലസ് ആർ പ്ലസ് ആർ പ്ലസ് ആർ അല്ലെങ്കിൽ 4r എന്ന് കിട്ടി അല്ലേ? 4r എന്ന് കിട്ടി. അപ്പോൾ ബി സ്ക്വയർ ഈസ് ഈക്വൽ ടു എന്താണ്? 2a² ആയിരുന്നു. അപ്പോൾ എനിക്ക് എന്തെഴുതാം? ഇവിടെ ബി ഇസ് ഈക്വൽ ടു 4r ആണ്. അപ്പോൾ ബി സ്ക്വയർ എന്ന് പറഞ്ഞാൽ 4r² ഈസ് ഈക്വൽ ടു 2a² ആണ്. അല്ലെങ്കിൽ 4r² എന്ന് പറയുമ്പോൾ 4ന്റെ സ്ക്വയർ 16, 16r² ഈസ് ഈക്വൽ ടു 2a² എന്ന് എഴുതാം. അല്ലെങ്കിൽ എനിക്ക് എന്തെഴുതാം? 16ഉം 2ഉം കൂടി കട്ട് ചെയ്യുമ്പോൾ 8r² ഈസ് ഈക്വൽ ടു a² എന്ന് എഴുതാം അല്ലേ? അല്ലെങ്കിൽ a ഈസ് ഈക്വൽ ടു എന്തെഴുതാം? √8r എന്ന് എഴുതാം അല്ലേ? a ഈസ് ഈക്വൽ ടു ഞാൻ √8r എന്ന് എഴുതി. മനസ്സിലായോ? അപ്പോൾ ഇവിടെ റേഡിയസും അതുപോലെ തന്നെ എയും തമ്മിലുള്ള റിലേഷൻ കണ്ടോ? a ഈസ് ഈക്വൽ ടു √8r ആണ്. ഓക്കെ അല്ലേ? ഓക്കെ. ഇനി നമുക്ക് പാക്കിംഗ് എഫിഷ്യൻസി കണ്ടുപിടിക്കാം. കണ്ടോ? പാക്കിംഗ് എഫിഷ്യൻസിയിലേക്ക് വരൂ. എന്താ? ടോട്ടൽ വോളിയം ഓഫ് സ്ഫിയർ ബൈ ടോട്ടൽ വോളിയം ഓഫ് ക്യൂബ് ഇൻറ്റു 100 അല്ലേ? അപ്പോൾ പാക്കിംഗ് എഫിഷ്യൻസി എന്ന് പറയുമ്പോൾ വോളിയം ഓഫ് ആറ്റം ഡിവൈഡഡ് ബൈ വോളിയം ഓഫ് യൂണിറ്റ് സെല്ല് ഇൻറ്റു നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് Z ഇൻറ്റു 100. അപ്പോൾ വോളിയം ഓഫ് ആറ്റം എത്രയാടാ? 4/3 πr³ ഇൻറ്റു എത്ര ആറ്റംസ് ഉണ്ടടാ? FCC അല്ലേ? അപ്പോൾ നമ്പർ ഓഫ് ആറ്റംസ് 4 ഡിവൈഡഡ് ബൈ ഇനി എന്താ വേണ്ടേ? ഇനി വേണ്ടത് a³ ആണ് അല്ലേ? a³ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? a ഈസ് ഈക്വൽ ടു √8r ആണെന്ന് പറഞ്ഞു. അപ്പോൾ a³ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? √8rന്റെ ക്യൂബ് ആയിരിക്കും അല്ലേ? √8rന്റെ ക്യൂബ് ആയിരിക്കും. ഇനി √8ന്റെ ക്യൂബ് എന്ന് പറയുമ്പോൾ എന്താണ്? √8ന്റെ ക്യൂബ് 8√8 അല്ലേടാ? അതായത് √8 ഇൻറ്റു √8 അല്ലേ? അതല്ലേ √8ന്റെ ക്യൂബ്? √8ഉം √8 കൂടി ചേരുമ്പോൾ 8 ആയി. പിന്നെ ആരാ ഉള്ളേ? 8√8 കണ്ടോ? അതാണ് എഴുതിയത്. √8ന്റെ ക്യൂബ് 8√8 എന്ന് എഴുതിയത്. 8√8 ഇൻറ്റു ആറിൻ്റെ ക്യൂബ് r³. ഇനി എന്ത് ചെയ്യാം? ഈ a³ വാല്യൂ നമുക്കിവിടെ കൊടുക്കാം അല്ലേ? അതായത് 4/3 πr³ ഇൻറ്റു 4 ഡിവൈഡഡ് ബൈ a³ പകരം 8√8r³ എന്ന് എഴുതി അല്ലേ? ഇൻറ്റു 100. ഇനി r³ ഒക്കെ കട്ട് ചെയ്ത് പോയി. നമ്മൾ ഇതിൻ്റെ പൈൻ്റെ വാല്യൂ ഒക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കണ്ടുപിടിച്ച് വരുമ്പോൾ ആൻസർ വരുന്നത് 74% ആണ് എന്ത് വരുന്നത്? പാക്കിംഗ് എഫിഷ്യൻസി വരുന്നത്. കണ്ടോ? മനസ്സിലായോ? അപ്പോൾ പാക്കിംഗ് എഫിഷ്യൻസി ഓഫ് എ FCC അല്ലെങ്കിൽ ഫേസ് സെൻറ്റേർഡ് ക്യൂബിക് സിസ്റ്റം എത്രയാണെടാ? 74% ആണ്. ഓക്കെ. അതിൻ്റെ എത്രമാത്രം പെർസെൻറ്റേജ് MG ആയിട്ട് കിടക്കും? എത്രയായിരിക്കും? 100 - 74%. അതായിരിക്കും MG ആയി കിടക്കുന്ന പെർസെൻറ്റേജ് എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? മനസ്സിലായോ? ഓക്കെ. അപ്പോൾ നമുക്ക് അല്ലെങ്കിൽ തന്നെ നമുക്ക് എന്താണ് ഒരു ക്വസ്റ്റ്യൻ കണ്ടു. ഇതിനകത്ത് ആർക്കാണ് ഏറ്റവും ഹയസ്റ്റ് ആയിട്ടുള്ള പാക്കിംഗ് എഫിഷ്യൻസി എന്നൊരു ക്വസ്റ്റ്യൻ വന്നിരിക്കട്ടെ. ഓപ്ഷനിലുണ്ട് ആരൊക്കെയുണ്ട്? FCC ഉണ്ട്, അതുപോലെ BCC ഉണ്ട്, സിമ്പിൾ ക്യൂബിക് സിസ്റ്റം ഉണ്ട്, പിന്നെ നൺ ഓഫ് ദീസ് അങ്ങനെ എന്തെങ്കിലും കൊടുക്കാം. അപ്പോൾ നിങ്ങളിപ്പോൾ ഈ വാല്യൂ മറന്നു പോയെന്നിരിക്കട്ടെ, നിങ്ങൾക്ക് വാല്യൂ അറിയത്തില്ല, ഒരു കൺഫ്യൂഷൻ ആയി പോയെന്നിരിക്കട്ടെ. പക്ഷെ നമുക്കൊരു കാര്യം അറിയാം. എന്താണ്? നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ഏറ്റവും കൂടുതലുള്ളത് എവിടെയാണെന്ന് അറിയാം. നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ഏറ്റവും കൂടുതലുള്ളത് ഫേസ് സെൻറ്റേർഡ് ക്യൂബിക് സിസ്റ്റത്തിലാണ് അല്ലേടാ? FCCയിലാണ് 4 നമ്പർ ഓഫ് പാർട്ടിക്കിൾസാണ് ഉള്ളത്. BCCയിലാണെങ്കിൽ 2 ഉള്ളൂ, സിമ്പിൾ ക്യൂബിക് സിസ്റ്റം ആണെങ്കിൽ 1 ഉള്ളൂ ആണല്ലോ. ഓക്കെ. അപ്പോൾ ഏറ്റവും കൂടുതൽ പാക്കിംഗ് എഫിഷ്യൻസി നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് കൂടുതലുള്ള സ്ഥലത്തല്ലേ വരാൻ ചാൻസ് ഉള്ളൂ അല്ലേ? അപ്പോൾ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് കൂടുതലായ എവിടെയാണ്? FCCയിലായിരിക്കും പാക്കിംഗ് എഫിഷ്യൻസിയും കൂടുതൽ വരുന്നത്. അപ്പോൾ പാക്കിംഗ് എഫിഷ്യൻസി ഏറ്റവും ഹയസ്റ്റ് എവിടെയാണ്? FCCയിലാണ്. എത്രയാണ്? 74% ആണ്. ഓക്കെ. BCCയിൽ എത്രയായിരുന്നു? 68% ആയിരുന്നു. ഇനി നമ്മുടെ സിമ്പിൾ ക്യൂബിക് സിസ്റ്റത്തിൽ എത്രയായിരുന്നു? 52.4% ആയിരുന്നു. ഓക്കെ അല്ലേ? അപ്പോൾ ഈ വാല്യൂ എന്തായാലും എല്ലാവരും ഒന്ന് പഠിച്ചു വെച്ചിരിക്കുക കേട്ടോ. ഓക്കെ. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്ന ഒരു കോൺസെപ്റ്റ് എന്ന് പറയുന്നത് വോയിഡുകളെ കുറിച്ചാണ്. വോയിഡുകൾ എടാ, നമ്മുടെ ക്രിസ്റ്റൽ ആറ്റിസിൽ ഈ പറഞ്ഞ കോൺസ്റ്റുവൻ്റ് പാർട്ടിക്കിൾസ് ആയ ആറ്റങ്ങളെയും മോളിക്യൂൾസിനെയൊക്കെ നമ്മളിങ്ങനെ അറേഞ്ച് ചെയ്യുമ്പോൾ എല്ലാവരെയും ഇങ്ങനെ ക്ലോസ് ചെയ്ത് വെച്ചിരിക്കുവാണേ. അപ്പോൾ ക്ലോസ് ചെയ്ത് ഈ സ്ഫിയറിനെയൊക്കെ നമ്മളിങ്ങനെ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുമ്പോൾ എന്താണ്? ആ ഒരു ലാറ്റിസ് സ്പേസിനിടയിൽ എന്താണ്? ചില വേക്കൻറ്റ് സ്പേസുകൾ കാണും. അതായത് എത്ര ടൈറ്റായിട്ട് നമ്മളിതിനെ ഇങ്ങനെ എന്താണ് ചേർത്ത് വെച്ചിരുന്നാൽ പോലും അവക്കിടയിൽ ചില ഗ്യാപ്പുകൾ കാണും. ഈ ഗ്യാപ്പുകളെയാണ് നമ്മൾ വോയിഡുകൾ അല്ലെങ്കിൽ ഇൻ്റർസ്റ്റീഷ്യൽ സ്പേസ് എന്നൊക്കെ പറയുന്നത് കേട്ടോ. ഇതാണ് വോയിഡ് എന്ന് പറഞ്ഞാൽ എംറ്റി അല്ലെങ്കിൽ വേക്കൻറ്റ് സ്പേസ് പ്രസന്റ് ബിറ്റ്വീൻ ദ സ്പിയേഴ്സ് ഓഫ് എ യൂണിറ്റ് സെൽ ഈസ് കാൾഡ് വോയിഡ് അല്ലെങ്കിൽ ഇൻ്റർസ്റ്റീഷ്യൽ വോയിഡ് എന്ന് പറയും. ഹോൾ അല്ലെങ്കിൽ ഇൻ്റർസ്റ്റീഷ്യൽ സ്പേസ് എന്നൊക്കെ പറയും.
ഓക്കെ, ഇനി നമ്മൾ ഈ പാർട്ടിക്കിൾസിനെ CPPയിലോ അല്ലെങ്കിൽ HCPയിലോ ഒക്കെ നമ്മൾ എന്താണ് അറേഞ്ച് ചെയ്ത് വെക്കുമ്പോൾ അവിടെ 2 തരത്തിലുള്ള വോയിഡുകൾ പ്രധാനമായിട്ടും ജനറേറ്റ് ചെയ്യാറുണ്ട്. അതാണ് നമ്മൾ പഠിക്കുന്നത് ടെട്രാഹീഡ്രൽ വോയിഡും അതുപോലെ ഒക്ടാഹീഡ്രൽ വോയിഡ് എന്ന് പറയുന്നത്. എന്താണ് വോയിഡുകൾ പ്രധാനമായിട്ടും നമുക്ക് 3 എണ്ണം പഠിക്കാനുണ്ട്. ട്രയാങ്കുലർ വോയിഡ്, അതുപോലെ തന്നെ ടെട്രാഹീഡ്രൽ വോയിഡ്, പിന്നെ വരുന്നതാണ് ഒക്ടാഹീഡ്രൽ വോയിഡ് എന്ന് പറയുന്നത്. ഇതിൽ ട്രയാങ്കുലർ വോയിഡ് ഏറ്റവും ബേസിക് ആയിട്ടുള്ള വോയിഡാണ്. പിന്നെ ബാക്കിയുള്ള 2 എണ്ണം, അതായത് ടെട്രാഹീഡ്രലും ഒക്ടാഹീഡ്രലും നമ്മൾ ക്യൂബിക് ക്ലോസ് പാക്കിംഗ് അല്ലെങ്കിൽ നമ്മുടെ എന്താണ് ഹെക്സഗണൽ ക്ലോസ് പാക്കിംഗ് ഒക്കെ പോലെയുള്ള എന്താണ് വലിയ വലിയ സ്ട്രക്ചേഴ്സ് വരുമ്പോൾ ഉണ്ടാവുന്നതാണ്. ഇത് നമുക്ക് ട്രയാങ്കുലർ വോയിഡ് എന്താണെന്ന് നോക്കാം. നോക്കിയടാ, ഫിഗറിലേക്ക് നോക്കിക്കേ നിങ്ങൾ ആദ്യം. കണ്ടോ, നമ്മൾ കോൺസ്റ്റുവന്റ് പാർട്ടിക്കിൾസിനെ നമ്മൾ ഒരു എന്താണ് ക്രിസ്റ്റലാറ്റിസിനകത്ത് ഇതുപോലെ ആറ്റങ്ങൾ അറേഞ്ച് ചെയ്ത് വെക്കുകയാണ്. കണ്ടോ, അറേഞ്ച് ചെയ്ത് വെക്കുമ്പോൾ 3 ആറ്റങ്ങൾ കണ്ടോ, ഇതുപോലെ 3 സ്ഫിയേഴ്സ് തമ്മിൽ ചേരുമ്പോൾ ഉണ്ടാകുന്ന ഒരിടയിലുണ്ടാകുന്ന ട്രയാങ്കുലർ ഷേപ്പിലൊരു സ്ട്രക്ചർ കണ്ടോ, ട്രയാങ്കുലർ ഷേപ്പിലൊരു വോയിഡ് കണ്ടോ. ഇതാണ് ഇവിടുത്തെ എന്തെന്ന് പറയുന്നത് ട്രയാങ്കുലർ വോയിഡ് എന്ന് പറയുന്നത് കേട്ടോ. എന്താണ് ട്രയാങ്കുലർ വോയിഡ്? ദ വേക്കന്റ് സ്പേസ് ബിറ്റ്വീൻ ദീസ് ആറ്റം വിൽ ബി ഇൻ ദ ഷേപ്പ് ഓഫ് എ ട്രയാങ്കിൾ. അപ്പോൾ ട്രയാങ്കുലർ വോയിഡ് ആണെങ്കിൽ എന്താണ് വേക്കന്റ് സ്പേസ് ട്രയാങ്കുലർ ഷേപ്പിലായിരിക്കും കാണപ്പെടുന്നത്. ഇവിടെ 3 ആറ്റങ്ങൾ തമ്മിലല്ലേ ചേർന്നത്. അപ്പോൾ 3 ആറ്റങ്ങൾ തമ്മിൽ ചേർന്നുണ്ടായ ആ ഒരു ട്രയാങ്കുലർ വോയിഡിന്റെ കേസിൽ കോർഡിനേഷൻ നമ്പർ വരുന്നത് 3 ആണ്. എന്താണ് കോർഡിനേഷൻ നമ്പർ? കോർഡിനേഷൻ നമ്പർ എന്ന് പറഞ്ഞാൽ എത്ര നൈബറിങ് ആറ്റവുമായിട്ട് ചേർന്നിട്ടാണ് ആ ഒരു പർട്ടിക്കുലർ വോയിഡ് ഉണ്ടായിരിക്കുന്നത്, അതാണ് അതിൻ്റെ കോർഡിനേഷൻ നമ്പർ. ഇവിടെ 3 ആറ്റങ്ങൾ തമ്മിൽ ചേർന്നപ്പോഴാണ് ഇതിൻ്റെ വോയിഡ് ഉണ്ടായത്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ കോർഡിനേഷൻ നമ്പർ എത്രയായിരിക്കും? 3 ആയിരിക്കും. അപ്പോൾ ട്രയാങ്കുലർ വോയിഡിൻ്റെ കേസിൽ കോർഡിനേഷൻ നമ്പർ 3 ആണ്. ഓക്കെ അല്ലേ? ഓക്കെ, ഇനി നമ്മൾ പറയാൻ പോവുകയാണ് ടെട്രാഹീഡ്രൽ വോയിഡ് എന്ന് പറയുന്നത്. എന്തായിരിക്കും ടെട്രാഹീഡ്രൽ? ടെട്രാഹീഡ്രൽ എന്നൊക്കെ പറയുമ്പോഴേ നമുക്ക് ഓർമ്മ വരും 4 എണ്ണമാണെന്നല്ലേടാ? ആണല്ലോ. അതുപോലെ തന്നെ നോക്കിക്കേ, നമ്മൾ ഇതുപോലെ ആദ്യം ഒരു ട്രയാങ്കുലർ വോയിഡ് ഉണ്ടായി. 3 ആറ്റം ഇതുപോലെ നമ്മൾ ജോയിൻ ചെയ്ത് വെച്ചു. അവിടെ ഒരു ട്രയാങ്കുലർ വോയിഡ് ഉണ്ടായി. അതിൻ്റെ മുകളിലായിട്ട് വീണ്ടും ഒരു എന്താണ് സ്ഫിയർ കൂടി ഇങ്ങനെ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുകയുണ്ടോ. അതിൻ്റെ മുകളിലായിട്ട് വീണ്ടും ഒരു സ്ഫിയർ അറേഞ്ച് ചെയ്തു. അപ്പോൾ ഇതിനിടയിൽ ഉണ്ടാകുന്ന ഈ വോയിഡിനെയാണ് നമ്മൾ പറയുന്നത് എന്തെന്ന്? ടെട്രാഹീഡ്രൽ വോയിഡ്. ടെട്രാഹീഡ്രൽ, മനസ്സിലായോ? അപ്പോൾ ടെട്രാഹീഡ്രൽ വോയിഡിന്റെ കേസിൽ കോർഡിനേഷൻ നമ്പർ എത്രയായിരിക്കുമെടാ? 3 സ്ഫിയർ ഓൾറെഡി ഉണ്ട്, അതിന്റെ മുകളിൽ വേറെ ഒന്നും കൂടി വെച്ചിരിക്കുന്നു. അപ്പോൾ ടെട്രാഹീഡ്രൽ വോയിഡിന്റെ കേസിൽ കോർഡിനേഷൻ നമ്പർ വരുന്നത് 4 ആണ് കേട്ടോ, മറക്കല്ലേ. ഇനി പറയാൻ പോകുന്നതാണ് ഒക്ടാഹീഡ്രൽ വോയിഡ്. എന്താണ് ഒക്ടാഹീഡ്രൽ വോയിഡ്? എന്തായിരിക്കും ഒക്ടാഹീഡ്രൽ വോയിഡ് വരുന്നത്? എന്തായിരിക്കും? നമ്മൾ ആദ്യം ഒരു ട്രയാങ്കുലർ വോയിഡ് വരച്ചു. ഇനി ഇതിന്റെ മുകളിലായിട്ട് എന്താണ് വീണ്ടും ഒരു ട്രയാങ്കുലർ വോയിഡ് കൂടി. ഓക്കെ, നമ്മൾ ആദ്യം 3 ആറ്റങ്ങൾ ഇതുപോലെ അറേഞ്ച് ചെയ്തിട്ട് എന്താണ് ഇതിന്റെ മുകളിലായിട്ട് വീണ്ടും നമ്മൾ 3 ആറ്റം കൂടി അറേഞ്ച് ചെയ്തു. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ജനറേറ്റ് ചെയ്യുന്നതാണ് എന്തെന്ന് പറയുന്നത്? ഒക്ടാഹീഡ്രൽ വോയിഡ് എന്ന് പറയുന്നത്. അതായത് താഴെ 3 എണ്ണവും മുകളിൽ 3 എണ്ണവും, അങ്ങനെ ആകെ 6 ആറ്റങ്ങൾ അവിടെ വരുന്നുണ്ട് കേട്ടോ. അതായത് 6 പേരുമായിട്ട് കോണ്ടാക്ട് വരുന്നത് കൊണ്ട് തന്നെ അവിടുത്തെ കോർഡിനേഷൻ നമ്പർ എത്രയായിരിക്കും? 6 ആയിരിക്കും. അപ്പോൾ കോർഡിനേഷൻ നമ്പർ ഓഫ് ആൻ ഒക്ടാഹീഡ്രൽ വോയിഡ് എത്രയാടാ? 6 ആണ്. കോർഡിനേഷൻ നമ്പർ ഓഫ് എ ടെട്രാഹീഡ്രൽ വോയിഡ് എന്ന് പറഞ്ഞാൽ 4 ആണ് അല്ലേ? കോർഡിനേഷൻ നമ്പർ ഓഫ് എ ട്രയാങ്കുലർ വോയിഡ് എത്രയായിരിക്കും? 3 ആണ്. ഓക്കെ, ഇനി ഇതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു പോയിന്റ് പറഞ്ഞുതരാം. നോക്കിയേ, ഇഫ് ദ നമ്പർ ഓഫ് ക്ലോസ് പാക്ഡ് സ്ഫിയർ ഈസ് n, അതായത് എന്താണ്? അതായത് നമ്മളിപ്പോൾ ഒരു ക്ലോസ്ഡ് പാക്ഡ് സ്ട്രക്ചർ എടുത്തു കഴിഞ്ഞാൽ അതിൽ n നമ്പർ ഓഫ് സ്ഫിയർ ഉണ്ടെന്നിരിക്കട്ടെ. എന്താണ്? n നമ്പർ ഓഫ് സ്ഫിയർ ഉണ്ട് എങ്കിൽ n നമ്പർ ഓഫ് ഒക്ടാഹീഡ്രൽ വോയിഡുകളും ഉണ്ടായിരിക്കും. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. n നമ്പർ ഓഫ് സ്ഫിയേഴ്സ് ഉണ്ടെങ്കിൽ n നമ്പർ ഓഫ് ഒക്ടാഹീഡ്രൽ വോയിഡ് ഉണ്ടായിരിക്കും. 2n നമ്പർ ഓഫ് ടെട്രാഹീഡ്രൽ വോയിഡുകളും ഉണ്ടായിരിക്കും. എന്താണ്? n നമ്പർ ഓഫ് ഒക്ടാഹീഡ്രൽ വോയിഡും ഉണ്ടായിരിക്കും, 2n നമ്പർ ഓഫ് ടെട്രാഹീഡ്രൽ വോയിഡും ഉണ്ടായിരിക്കും. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഓക്കെ അല്ലേ? ഇതാണ് വോയിഡുകൾ എന്ന് പറയുന്നത്. അപ്പോൾ വോയിഡുകൾ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്താണ്? കാണപ്പെടുന്ന നമ്മുടെ ക്രിസ്റ്റലാറ്റിസിൽ കാണപ്പെടുന്ന വേക്കന്റ് സ്പേസുകളെയാണ് നമ്മൾ വോയിഡുകൾ എന്ന് പറയുന്നത്. വോയിഡുകൾ തന്നെ പ്രധാനമായിട്ടും ട്രയാങ്കുലർ വോയിഡ്, അതുപോലെ ടെട്രാഹീഡ്രൽ വോയിഡ്, ഒക്ടാഹീഡ്രൽ വോയിഡ്, അങ്ങനെ 3 തരത്തിലുണ്ട്. അപ്പോൾ ഓരോന്നിൻ്റെയും കാര്യങ്ങൾ എങ്ങനെയാണെന്ന് പഠിച്ചു. ഓരോരുത്തരുടെയും കോർഡിനേഷൻ നമ്പറൊക്കെ എന്താണെന്നുള്ള കാര്യമൊക്കെ നമ്മൾ പഠിച്ചു. താങ്ക്